എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാട്ടിലെങ്ങും മാങ്ങാ സീസണാണ്. ഈ ഒരു മാങ്ങാ സീസണിൽ ഒറ്റ മാങ്ങ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ നല്ലൊരു ചോറിന് പറ്റിയ കറി തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ അധികം സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ലാതെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തനി നാടൻ ഒഴിച്ചുകറി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ അരച്ച് കലക്കിയത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ തോലെല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ഞാനിപ്പോൾ മാങ്ങ ഇതുപോലാണ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ഒന്ന് ചേർക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 6 അല്ലി കൊച്ചുള്ളി ചേർക്കാം. കൂടെ തന്നെ എരിവിനായിട്ട് കാന്താരി മുളക് കൂടെ ചേർക്കണം. ഇനിയിപ്പോൾ നമുക്ക് മാങ്ങയും കാന്താരി മുളകും കൊച്ചുള്ളിയും കൂടി ചേർത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ മാങ്ങ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി നാളികേരം കൂടെ ചേർക്കാം. നാളികേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ കറക്കി എടുത്തിട്ട് വരാം. അധികം ഒന്നും അരഞ്ഞു പോവാതെ അല്പം തരിതരിപ്പായിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മാങ്ങ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു മൺചട്ടിയിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പളവില് നല്ല കട്ടിയായിട്ടുള്ള തൈര് കൂടെ ചേർക്കണം. തൈരൊന്ന് നല്ലപോലെ ഉടച്ചതിന് ശേഷമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു കൂട്ട് കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ അരച്ച് കലക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങ കറി ഇവിടെ റെഡിയാണ്. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടി ചൂടായി വരട്ടെ. താളിപ്പ് ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് താളിപ്പിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2-3 ഉലുവ കൂടെ ചേർക്കാം. ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ താളിപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് കൂടെ ചേർത്ത് അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള മാങ്ങ അരച്ച് കലക്കിയത് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ ഒരു മാങ്ങ സീസണിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസവും കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.